ബാബു, അങ്ങനെ ഒരു സമഭാവനയുടെ സ്വരമാണോ നമ്മൾ ശിവഗിരിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കേട്ടത്? അതിന്റെ ഒരു ആവർത്തനം ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പങ്കുവെക്കുകയുണ്ടായല്ലോ. സമഭാവന എവിടെയാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്? ശ്രീ ആർ വി ബാബു, അങ്ങൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാം. അപ്പോ ഈ ജയരാജ് അദ്ദേഹം ഓരോ വിഷയത്തിൽ നിന്ന് ചാടി പോവുകയാണ്. അദ്ദേഹം തുടങ്ങിയത് നമ്മൾ ഈ ചർച്ച വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയാണ്. ആ പ്രസ്താവന ഒരു ഹൈന്ദവ ക്രൈസ്തവ ഐക്യം എന്നുള്ള വലിയൊരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ചർച്ച തുടങ്ങിയത്. അപ്പൊ ആ ചർച്ചയിലേക്ക് അദ്ദേഹം സനാതന ധർമ്മത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരികയാണ്. ഈ ചർച്ചയ്ക്ക് അതിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലായില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ സനാതന ധർമ്മത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പറഞ്ഞത്. കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവശത അനുഭവിക്കുന്നവർ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ്. അവരാണ് അവഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവർ ഒരുമിച്ച് നിൽക്കണം എന്നാണ് തത്വത്തിൽ അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം. അവിടെ സനാതനധർമ്മം വലിച്ചു വെച്ച് കൊണ്ടുവരുന്നതിനാ. ഇനി സനാതനധർമ്മത്തെ കുറിച്ച് ഇവിടെ ജയരാജ് എന്തൊക്കെ പറഞ്ഞു. ഈ അതായത് ഗുരുദേവനെയൊക്കെ ഇങ്ങനെ വളച്ചൊടിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ജയരാജ് ശ്രീ പി പരമേശ്വരന്റെ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്നൊരു പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ശ്രീ ബാലകൃഷ്ണൻ സാറിന്റെ പുസ്തകം ഗുരുദേവനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് പുസ്തകത്തിനും അവതാരിക എഴുതിയ ഒരാളുണ്ട്. ജയരാജന് പാർട്ടി കുറെ കാലം കൊണ്ടു നടന്ന ഒരാളാണ്. സാഹിത്യകാരൻ, എന്താ പറയുക, പ്രസംഗത്തിലൂടെ ഭാരതത്തെ അല്ലെങ്കിൽ ഞാൻ മാറ്റിമറിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു വലിയ സാഹിത്യകാരൻ നമ്മുടെ സുകുമാർ അഴീക്കോട്. ആ സുകുമാർ അഴീക്കോട് അതിന് അവതാരിക എഴുതിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ഗ്രീക്ക് സാഹിത്യത്തില് പ്രൊക്രസ്റ്റീസ് എന്ന് പറഞ്ഞൊരു രാക്ഷസനെ നമ്മൾ കേട്ടുകാണും. വയലാർ കവിത കേട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. ആ പ്രൊക്രസ്റ്റീസിന്റെ ഒരു പരിപാടി എന്താ? തന്റെ താമസിക്കുന്ന കാട്ടിലൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി പിടിച്ച് തന്റെ കട്ടിലിൽ കിടത്തിയിട്ട് കട്ടിലിന് പാകത്തിന് ആളെ വെട്ടും. കട്ടിലിന്റെ നീളത്തിന് ഒപ്പമല്ല ആളുടെ നീളമെങ്കിൽ അയാളുടെ കയ്യും കാലും വലിച്ചു നീട്ടും. കട്ടിലിന്റെ നീളത്തെക്കാൾ കൂടുതലാണെങ്കിൽ കട്ടിലിനൊപ്പം ആക്കിയിട്ട് ആളുടെ കയ്യും കാലും ചെറുതാക്കും. ഇങ്ങനെ തന്റെ രാഷ്ട്രീയ കട്ടിലിട്ട് പ്രത്യയശാസ്ത്രങ്ങളെ വെട്ടുകയും നീട്ടുകയും ചുരുക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് വയലാർ വിമർശിക്കുകയും ചെയ്തു. ഇവിടെ ജയരാജന്റെ പാർട്ടിയും ശ്രീനാരായണ ഗുരുദേവനെ ചെയ്യുന്നത് ഈ പ്രൊക്രസ്റ്റീസ് ചെയ്യുന്ന പോലെയാണ്. തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ച് ഗുരുദേവനെ വലിച്ചു നീട്ടും. തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ച് ഗുരുദേവന്റെ കയ്യും കാലും വെട്ടും, തങ്ങളുടെ രാഷ്ട്രീയ കട്ടിലിൽ കിടത്തിയിട്ട്. ഇത് ചെയ്യാനായിട്ട് ഒരു മടിയുമില്ല ഈ ഇടതുപക്ഷ യാത്രികന്മാർക്ക്. ജയരാജ് ആദ്യം പഠിക്കേണ്ടത് നമ്പൂതിരിപ്പാട് എന്ത് എഴുതി ഗുരുദേവനെ കുറിച്ച് എന്നാണ്. വായിക്കണം ജയരാജ. EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വായിക്കണം. നമ്പൂതിരിപ്പാട് എങ്ങനെയാണ് ഗുരുദേവനെ വിലയിരുത്തിയിട്ടുള്ളത് എന്ന് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവനെ മാത്രമല്ല, കുമാരനാശാനെ കുറിച്ച്, അയ്യങ്കാളിയെ കുറിച്ച്. അയ്യങ്കാളിയുടെ ഭൂസമരമൊക്കെ വർഗപരമായ ഉള്ളടക്കത്തിൽ ഏറ്റവും താണപടിയിലുള്ളതായിരുന്നു എന്ന് ആക്ഷേപം ഉന്നയിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ജയരാജ, കേരളം മലയാളികളുടെ മാതൃഭൂമി എടുത്തൊന്ന് വായിച്ചാൽ മതി, അല്ലെങ്കിൽ കേരളത്തിന്റെ ദേശീയ പ്രശ്നം എന്നുള്ള പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഗുരുദേവൻ അടക്കമുള്ളവരെ മുമ്പ് കണ്ടിരുന്നത്, സിമന്റ് നാണു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ചരിത്രം വേറെ. ഒരു മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ ആലപ്പുഴ ജില്ലയിലൊക്കെ വിളിച്ചിരുന്നു. ചാരായം വാറ്റി കൊടുക്കണം, കള്ളു ചെത്തി കുടിക്കണം, സ്വാമിവാദം ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട്. രണ്ടും അല്പം കുടിക്കണം, സ്വാമിവാദം ചെയ്യിക്കണം. ഇത് ഗുരുദേവനെ ആക്ഷേപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും മുഴക്കിയിരുന്ന മുദ്രാവാക്യാണ്. അതൊക്കെ ചരിത്രം. ഞാൻ പറഞ്ഞത്, ഗുരുദേവനെ ഇപ്പോ അങ്ങ് സ്നേഹിച്ച് കൊല്ലുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ നിലപാട് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള നിലപാടാണ്. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് തട്ട് കിട്ടി.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ജനസമൂഹം, ആ ജനസമൂഹം ഈ പറയുന്ന വർഗ ബഹുജന സംഘടനകൾ എന്ന രീതിയിലൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന താഴെ തട്ടിലുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ പാർട്ടിയെ കൈയൊഴിഞ്ഞു. ആലപ്പുഴയിൽ അത് അനുഭവം ഉണ്ടായി, ആറ്റിങ്ങൽ അനുഭവം ഉണ്ടായി, അപ്പൊ അങ്ങനെ തൃശ്ശൂരിൽ അനുഭവം ഉണ്ടായി, മറ്റു പല നിയോജക മണ്ഡലങ്ങളിലും ഈ അനുഭവം ഉണ്ടായി. അപ്പൊ അനുഭവം ഉണ്ടായപ്പോഴിപ്പോ ഗുരുദേവനെ അങ്ങ് കെട്ടിപ്പിടിക്കാം, അതോടെ ആ വിഭാഗങ്ങളൊക്കെ കൂടെ വരുന്നതാണ് വിചാരം. ഇവിടെ ഗുരുദേവൻ ആരായിരുന്നു? ഗുരുദേവന്റെ സനാതന ധർമ്മം ഗുരുദേവൻ തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ കാലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും അവസാനം അദ്ദേഹം നടത്തിയത് പള്ളാത്തുരുത്തിയിലെ പ്രസംഗമാണ്. അതിൽ തന്നെ വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ സനാതന ധർമ്മം. ആ സനാതന ധർമ്മം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ജയരാജന്റെ വ്യാഖ്യാനമൊന്നും ഗുരുദേവന്റെ വ്യാഖ്യാനമല്ല. തന്റെ വ്യാഖ്യാനങ്ങൾ, തന്റെ കാഴ്ചപ്പാടുകൾ ഗുരുദേവന്റെ തലയിൽ കെട്ടിവെക്കണ്ട. ഗുരുദേവൻ സനാതന ധർമ്മത്തെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗുരുദേവൻ കൃത്യമായിട്ട് സനാതന ധർമ്മത്തിന്റെ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും അങ്ങനെയാണ്. സനാതന ധർമ്മത്തിന്റെ ആശയത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തിയില്ല. ഇന്ന് കൃത്യമായിട്ട് സച്ചിദാനന്ദ സ്വാമി, ശിവഗിരി മഠത്തിന്റെ സച്ചിദാനന്ദ സ്വാമി ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ പ്രയോക്താവായിരുന്നു, വക്താവായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ശിവഗിരി മഠം അവരുടെ നിലപാട് വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോ എന്തിനാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണം? ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്താ? അടിസ്ഥാന പ്രശ്നം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഭരണകൂടം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം രണ്ടു കൂട്ടരും ഇസ്ലാമിക ശക്തികളുടെ തടവറയിലാണ് എന്നുള്ളതാണ്. ഞാൻ ശ്രീ ജയരാജനോട് ചോദിക്കുന്നത്, ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഉന്നയിക്കുന്ന ആ ഒരു മുദ്രാവാക്യത്തിന്റെ വളരെ പ്രസക്തമായ ഒരു കാര്യം, ഇപ്പോ വഖഫിന്റെ വിഷയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അടുത്തൊരു വിഷയം പറയുകയാണ്. നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചലഞ്ച് ചെയ്യൂ. ഞാൻ അടുത്ത വിഷയം പറയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയരാജ 12% സംവരണം ഒരു മതവിഭാഗത്തിനായിട്ട് ഇവിടെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? ഏതിന്റെ അടിസ്ഥാനത്തിലാ? ഏത് ശുപാർശയുടെ അടിസ്ഥാനത്തിലാ? മണ്ഡൽ കമ്മീഷൻ പറഞ്ഞോ മുഴുവൻ മുസ്ലിങ്ങളും കേരളത്തിൽ പിന്നോക്കമാണെന്ന്? മണ്ഡൽ കമ്മീഷൻ കൃത്യമായിട്ട് കേരളത്തിലെ ഏത് മതവിഭാഗം, മുസ്ലിം മതത്തിലെ ഏത് വിഭാഗത്തിനാണ് സംവരണം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ മാത്രം, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ടോ? എന്നാൽ കേരളത്തിൽ ഇന്ന് സമ്പത്തിന്റെ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, കച്ചവട രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമുദായം ഏതാണ് എന്ന് കണ്ണടച്ച് ഏത് കുഞ്ഞിനും പറയാൻ പറ്റും. ഏത് കുഞ്ഞിനും അതറിയാം. നമ്മുടെ നാട്ടിൻപുറത്തിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ മതി, ഏത് കുഞ്ഞിനും അത് മനസ്സിലാകും. അപ്പോ അങ്ങനെ മതാടിസ്ഥാനത്തിൽ സംവരണം കുത്തി കവർന്നെടുക്കുന്നത് ആരുടെ അവകാശ? ഈ അവകാശം ആർക്ക് കിട്ടേണ്ടതാണ്? ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക്. ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ട അവകാശം കുത്തി കവർന്നെടുക്കുകയാണ് സംഘടിത മതശക്തി ഉപയോഗിച്ച്. അത് അനുഭവിക്കുന്നത് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രം. ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്ക് മുഴുവൻ സംവരണം ഉണ്ടോ? ഇല്ലല്ലോ. ക്രിസ്ത്യാനികളിലെ ലത്തീൻ കത്തോലിക്കർക്ക് സംവരണമുണ്ട്, നാടാർ ക്രിസ്ത്യാനികൾക്ക് സംവരണമുണ്ട്, പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും സംവരണമുണ്ട്. മുഴുവൻ ക്രിസ്ത്യാനികൾക്കും സംവരണം ഇല്ലല്ലോ. ഇവിടെ മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കുക. മുഴുവൻ മുസ്ലിങ്ങൾക്കും തങ്ങൾമാര് അടക്കം ഉള്ള കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുള്ള ആളുകൾ, വ്യവസായവും വാണിജ്യവും കൃഷിയും ഒക്കെ വൻതോതിൽ സ്വരൂപിച്ചു കൂട്ടിയിട്ടുള്ള ആ ജനവിഭാഗം ഒന്നടങ്കം ഇന്ന് സംവരണം അനുഭവിക്കുക. ഇത് ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതെന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? അവിടെയാണ് ഹൈന്ദവ ഐക്യത്തിന്റെ പ്രസക്തി കിടക്കുന്നത്. വളരെ വലിയ തോതിൽ ഭരണകൂടം ഇത്തരം അന്യായത്തിനൊപ്പം നിൽക്കുകയാണ്. ഇടതുപക്ഷത്തിന് പറയാൻ ധൈര്യമുണ്ടോ? ഈ സംവരണ നയം പൊളിച്ചെഴുതണം പറയാൻ ധൈര്യമുണ്ടോ? ഇടതുപക്ഷം പറയുമോ ഈ സംവരണ നയം പൊളിച്ചെഴുതണമെന്ന്? ഏത് പഠനം? 1980 ജയരാജ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. അത് സമർപ്പിച്ചത് 1980, നടപ്പായത് 1989 വി പി സിംഗ് ഭരിക്കുമ്പോഴാണ്. ആ 80 പഠനം കഴിഞ്ഞിട്ട് ഇപ്പോ 45 വർഷമായി. 45 വർഷം കൊണ്ട് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന് ഏത് പഠനം നടത്തി? ഏത് പഠനമാണ്? ഞാൻ പറയും ആധികാരികമായിട്ട് ഒരു പഠനം നടത്തിയത് 2016 CDS ആണ്. CDSന് വേണ്ടി നടത്തിയൊരു പഠന റിപ്പോർട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. ചർച്ചയില്ല, ഒരൊറ്റ കുഞ്ഞു ചർച്ചയില്ല. അത് KC സെക്രട്ടറി നടത്തിയ പഠനമാണ്.
KC സക്രിയ സംഘപരിവാറല്ല. KC സക്രിയ വേൾഡ് ബാങ്കിന്റെ ഡെമോഗ്രാഫർ ആയിരുന്ന ആളാണ്. CDSന് വേണ്ടി നടത്തിയ പഠനമാണ്. ആ പഠന റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളെ കൃത്യമായിട്ട് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ജനവിഭാഗത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ക്രിസ്ത്യൻ ജനവിഭാഗത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഹിന്ദുക്കളിലെ OBC വിഭാഗത്തിന്റെ പട്ടികജാതി വിഭാഗത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അവരുടെ വിദ്യാഭ്യാസപരമായ സ്ഥിതിയാണ്. ഇതെല്ലാത്തിലും മുസ്ലിം ജനവിഭാഗം മുന്നിലാണ്. കേരളത്തിലെ മുന്നോക്ക ജനവിഭാഗങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗം എന്ന് 2016 ആ പഠനം തെളിയിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യാറുണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്യാണ്. അപ്പൊ ഇതിനെയൊക്കെ മറച്ചു വെച്ച് കേരളത്തിലെ സംഘടിത വിഭാഗം ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. ഇതിനെതിരായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം, ആ ജനകീയ മുന്നേറ്റം കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളും അതേപോലെ പട്ടികജാതി വിഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഹൈന്ദവ സമൂഹം, ആ ഹൈന്ദവ സമൂഹവും കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവരൊരുമിച്ച് നിൽക്കാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥ കേരളത്തിലുണ്ട്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയത്തിന്റെ അടിത്തറ.